ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 34-ാമത്തെ ദശകത്തിലെ ആദ്യ 3 ശ്ലോകങ്ങൾ ചൊല്ലി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് പരിപാടി വന്നത്. ഏപ്രിൽ 11-ാം തീയതി പരിപാടി വന്നു. അത് കഴിഞ്ഞ് വിഷു വന്നു. അങ്ങനെ വഴിക്ക് ഇങ്ങനെ കുറച്ച് തിരക്കുകളൊക്കെ വന്നപ്പോൾ വീഡിയോ എടുത്തിടാനുള്ളൊരു സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് വീഡിയോ വൈകിയത്. പരിപാടിയൊക്കെ കുറേ പേര് ചോദിച്ചു, കഴിഞ്ഞില്ലേ, നന്നായില്ലേ എന്നൊക്കെ ചോദിച്ചു. പരിപാടിയൊക്കെ വളരെ ഗംഭീരമായി. മനസ്സറിഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ നൃത്തം സമർപ്പിക്കാൻ പറ്റി. ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ കുട്ടികളെന്ന് വെച്ചാൽ 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ രാത്രി 12 മണിക്കാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ 6 മണിക്കാണല്ലോ പരിപാടി. അപ്പോൾ രാത്രി 12 മണിക്കേ തുടങ്ങണം, എന്നാലേ കഴിയുള്ളൂ. ഞങ്ങൾ ടീം എന്നെയും കൂടെ ചേർത്തി ഒരു 13 പേരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും മേക്കപ്പ് കഴിഞ്ഞ് വരണമെങ്കിൽ എന്തായാലും രാത്രി 12 മണിക്കൊക്കെ തുടങ്ങണം. അപ്പോൾ ചെറിയ കുട്ടികൾ ഉറങ്ങുമോ ഒക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒക്കെ ഗുരുവായൂരപ്പൻ കാത്തു. പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങി കൃത്യസമയത്ത് അവസാനിപ്പിക്കാനും ഒക്കെ പറ്റി. കുട്ടികളൊക്കെ നന്നായി ചെയ്തു. ആ ഉറക്കമൊഴിച്ചതിൻ്റെ ക്ഷീണം ഒന്നും അവരിൽ കണ്ടില്ല. എല്ലാവരും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻ്റെ രാധയായിട്ട് കളിക്കാൻ എനിക്ക് പറ്റി. 2011-ലാണ് ഞാൻ ലാസ്റ്റ് കളിച്ചത്. അത് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയായിരുന്നു കളിച്ചത്. അതിനുശേഷം രാധയാവാനുള്ളൊരു, നമ്മൾ സ്വയം ടീച്ചറായിട്ട് പഠിപ്പിക്കുമ്പോൾ ആവാം, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ആവാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം ആ ഒരു ആഗ്രഹം തീർത്തു. ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്, കണ്ണാ എനിക്കൊന്ന് രാധയായിട്ട് കളിക്കണം, എന്താ അത് കളിക്കാൻ പറ്റാത്ത, അത് എന്തെങ്കിലുമൊക്കെ ലിസ്റ്റ് ഇട്ട് വരുമ്പോൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുള്ള സമയം കിട്ടായികയോ ഒക്കെ വരും. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ആ ഒരു ആഗ്രഹം കൂടി ഞാൻ സാധിച്ചു. അത് വളരെയധികം സന്തോഷമായി. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് പോയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ. തൊഴാൻ പറ്റിയില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തലേദിവസം 10-ാം തീയതി വൈകുന്നേരം എത്തി അമ്പലത്തിൽ. പക്ഷേ നടയടയ്ക്കുന്ന സമയമായി. ശീവേലി മാത്രം കണ്ടു. ഉള്ളിൽ കയറി ശീവേലി കണ്ടു. അത് സന്തോഷമായി. ശീവേലി കണ്ടു, പക്ഷേ ഉള്ളിൽ കയറി തൊഴുതാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാന്റെ അടുത്ത് തൊഴുതാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം പോകണമെന്ന്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ 34-ാമത്തെ ദശകത്തിലെ രാമായണ കഥ ഹനുമത് സംഗമം വരെ എന്നുള്ള ദശകമാണ്. അതിലെ ആദ്യ 3 ശ്ലോകങ്ങളാണ് നമ്മൾ ചൊല്ലി നിർത്തിയത്. അപ്പോൾ നമുക്ക് ചൊല്ലി തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ഗീർവാണൈരർത്യമാനോ ദശമുഖനിധനം കോസലേഷു ഋഷ്യശൃംഖേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ദ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമദഭരതേനാപി ശത്രുഘ്നനാംനാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗീർവാണൈരർത്യമാനോ ദശമുഖനിധനം കോസലേഷു ഋഷ്യശൃംഖേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തദ്ഭുക്ത്യാ തത്പുരന്ദ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമദഭരതേനാപി ശത്രുഘ്നനാംനാ. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താതവാച മുനികഥിതമനുദ്വന്ദ്വശാന്താധ്വകേത. നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാत् താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഘമോ ദേവസിദ്ധാശ്രമാഖ്യം. മാരീചം ദ്രാവയിത്വാ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പതിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം. ഭിന്ദാനശ്ചാന്ദ്രചൂഡം ധനുരവനിസുതാമിന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈ സധാരൈ. ഇനി 4-ാമത്തെ ശ്ലോകം ചൊല്ലാം. ആരുന്ദാനേരുഷാന്തേ
ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാതേ യാതോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാതോ ഗദവതി ഭരതേ മാതുലസ്യാദിവാസം താതാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാദീശപുത്ര്യാ. ഒന്നുകൂടി ചൊല്ലാം. ആരുന്ദാനേരുഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യ സ്വതേജോ യാതേ യാതോസ്യയോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാതോ ഗദവതി ഭരതേ മാതുലസ്യാദിവാസം താതാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാദീശപുത്ര്യാ. നാലാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ചൊല്ലിയ 3 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം ഒന്ന് ചുരുക്കി നോക്കാം. നമ്മുടെ ഭട്ടതിരിപ്പാട് വളരെ ചുരുങ്ങിയ ശ്ലോകങ്ങൾ കൊണ്ട് രാമായണ കഥ മുഴുവനും വിവരിച്ചിരിക്കുകയാണ്. ഈ 34-35 ദശകങ്ങൾ കൊണ്ട് രാമായണ കഥ മുഴുവനും വിവരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ശ്ലോകത്തിൽ കുറേയേറെ പറയാനുണ്ടാവും. എങ്കിലും ചുരുക്കി ഞാൻ വിവരിക്കാം. അപ്പോൾ രാവണൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ദേവന്മാർ ബ്രഹ്മാവിനോട് കൂടി പാലാഴിയിൽ ചെന്ന് മഹാവിഷ്ണുവിനോട് സങ്കടമുണർത്തിക്കുകയാണ്. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, താൻ തന്നെ രാവണ നിഗ്രഹത്തിനായി ഭൂമിയിൽ അവതരിച്ചു കൊള്ളാം എന്ന് പറയുകയാണ്. അങ്ങനെ ഇവിടെ കോസല രാജ്യത്ത് പുത്രകാമേഷ്ടി യാഗം നടത്തുകയാണ് ഋഷ്യശൃംഗൻ. ആ യാഗത്തിൻ്റെ പ്രസാദമായിട്ടുള്ള പായസം ദശരഥ മഹാരാജാവിന് കൊടുക്കുന്നു. ദശരഥ മഹാരാജാവ് അത് തൻ്റെ പത്നിമാർക്ക് കൊടുക്കുന്നു. അങ്ങനെ രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ പുത്രന്മാർ ജനിക്കുകയാണ്. അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിച്ചത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ തൻ്റെ പിതാവിൻ്റെ അനുഗ്രഹം വാങ്ങി അനുമതിയോടുകൂടി വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വിശ്വാമിത്ര മഹർഷിയുടെ യാഗം രക്ഷിക്കുവാൻ വേണ്ടി ചെല്ലുകയാണ് രാമനും ലക്ഷ്മണനും. അങ്ങനെ വഴിമധ്യേ യാത്രാക്ലേശങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കുവാൻ വിശ്വാമിത്ര മഹർഷി 2 മന്ത്രങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കുകയുണ്ടായി. ആ മന്ത്രങ്ങൾ കൊണ്ട് യാത്രാക്ലേശങ്ങളൊന്നും അനുഭവിക്കാതെ അവർ ചെന്നു. അങ്ങനെ താടക അവരെ ഉപദ്രവിക്കുവാനായിട്ട് വരികയാണ്. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ ആജ്ഞയനുസരിച്ച് ഈ ഭൂമിയിൽ സജ്ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ആ താടകയെ തൻ്റെ ബാണങ്ങൾ കൊണ്ട് നിഗ്രഹിക്കുകയാണ് അവർ. അങ്ങനെ ആ വിശ്വാമിത്ര മഹർഷിയിൽ നിന്നും അസ്ത്ര സമൂഹങ്ങളെ നേടിയെടുത്തു ആ കുമാരന്മാർ എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ അവിടെ നിന്ന് സിദ്ധാശ്രമത്തിലേക്ക്, വിശ്വാമിത്ര മഹർഷിയുടെ സിദ്ധാശ്രമത്തിലേക്ക് അവർ ചെന്നു. അപ്പോൾ ഈ വനങ്ങളിലൊക്കെ ആശ്രമത്തിൽ ഇങ്ങനെ യാഗങ്ങളും ഇതൊക്കെ നടത്തുന്ന മഹർഷിമാരെ ഉപദ്രവിക്കുവാനായിട്ട് നരഭോജികളായിട്ടുള്ള രാക്ഷസന്മാരും ദുഷ്ട ജന്മങ്ങളുമൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടുവാനായിട്ടാണ് രാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്ര മഹർഷി കൂടെ കൂട്ടുന്നത്. അപ്പോൾ അങ്ങനെ യാഗം നടക്കുമ്പോൾ മാരീചൻ വന്നു ഉപദ്രവിക്കാനായിട്ട്. അപ്പോൾ മാരീചനെ ഓടിച്ചു വിട്ട സമയത്ത് മാരീചൻ ചെന്ന് രാമനോട് തന്നെ ജീവൻ വേണമെന്ന് യാചിക്കുകയാണ്. അപ്പോൾ രാമൻ എന്ന് പറയുന്നത് പൊതുവെ വളരെയധികം സൗമ്യതയുള്ള ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ആ മാരീചനോട് ക്ഷമിച്ച് ജീവൻ തിരിച്ചു കൊടുത്തയക്കുന്നു. പിന്നെയും വേറെ കുറേ രാക്ഷസന്മാർ വന്നു, അവരെയൊക്കെ നിഗ്രഹിച്ചു. അങ്ങനെ ആ യാഗം അവർ രക്ഷിച്ചു. പിന്നീട് അവർ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വഴിമധ്യേ അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകുന്നു. അവിടെ നിന്നും കൊട്ടാരത്തിലെത്തി അവിടെ ത്രയംബകവില്ല് എടുത്ത് കുലച്ച് ഒടിച്ച് സീതയെ പാണിഗ്രഹണം ചെയ്യുകയാണ്. അങ്ങനെ സീതയെ രാമനും ഊർമിളയെ ലക്ഷ്മണനും കുശധ്വജ പുത്രിമാരായിട്ടുള്ള മാണ്ഡവിയെയും ശ്രുതകീർത്തിയെയും ഭരതനും ശത്രുഘ്നനും യഥാക്രമം വിവാഹം ചെയ്തു. അങ്ങനെ അവരെല്ലാവരും കൂടി തിരിച്ച് അയോധ്യയിലേക്ക് മടങ്ങി എന്നുള്ളത് വരെയാണ് നമ്മൾ 3-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത്. ഇനി 4-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം നോക്കാം. പരശുരാമൻ ഭഗവാന്റെ അവതാരം തന്നെയാണ്. പരശുരാമൻ്റെ ഗുരുവാണ് പരമശിവൻ. അപ്പോൾ ആ പരമശിവൻ്റെ വില്ല് രാമൻ കുലച്ചൊടിച്ചതിൽ വളരെയധികം ദേഷ്യം വന്ന പരശുരാമൻ
വഴിയെ ഇവരെ തടയുകയാണ്. ഇവർ തിരിച്ച് അയോധ്യയിലേക്ക് മടങ്ങുകയായിരുന്നു അല്ലേ, ജനകരാജ്യത്തിൽ നിന്നും തിരിച്ച് അയോധ്യയിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ വഴി മധ്യേ പരശുരാമൻ ഇവരെ തടഞ്ഞു. പക്ഷേ അവിടെയും രാമൻ വിജയിക്കുകയാണ് ചെയ്തത്. പരശുരാമനെ രാമൻ തോൽപ്പിച്ചു. അപ്പോൾ ആ വൈഷ്ണവ തേജസ്, പരശുരാമൻ്റെ വൈഷ്ണവ തേജസ് അദ്ദേഹം ശ്രീരാമനിലേക്ക് പകർന്നു നൽകി. അതായത് ശ്രീരാമനിലെ ആ തേജസ്സുമായിട്ട് അത് കൂടിക്കലർന്നു. അങ്ങനെ സംക്രമിപ്പിച്ച് പരശുരാമൻ പിന്നീട് തപസ്സിന് പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ തിരിച്ച് അവരെല്ലാവരും അയോധ്യയിലേക്ക് മടങ്ങിയെത്തി. അയോധ്യയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ ഭരതനും ശത്രുഘ്നനും അവരുടെ അമ്മാവനായ യുധാജിത്തിൻ്റെ ഗൃഹത്തിലേക്ക് പോയി, കൈകേയി രാജ്യത്തേക്ക് അമ്മാവൻ്റെ ഗൃഹത്തിലേക്ക് പോയി. അപ്പോൾ ആ സമയത്താണ് ഇവിടെ ദശരഥ മഹാരാജാവ് ശ്രീരാമസ്വാമിയുടെ പട്ടാഭിഷേകം തീരുമാനിക്കുന്നത്. അപ്പോൾ കൈകേയിക്കും സ്വാഭാവികമായിട്ടും ശ്രീരാമനെ ഇഷ്ടമാണ്. അപ്പോൾ അഭിഷേകം നടക്കുന്നതിൽ അവർക്കും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെയും കൈകേയിയുടെ മനസ്സിളക്കാനായിട്ട് മന്ദര വരികയാണ്. നമുക്കൊക്കെ ഈ കഥാപാത്രങ്ങളൊക്കെ അറിയാവുന്നതാണ് അല്ലേ. അങ്ങനെ മന്ദര വന്ന് കൈകേയിയുടെ മനസ്സിളക്കി. രാമന് രാജ്യം കിട്ടിയാൽ നമ്മൾ പുറത്താവുമെന്ന് അവരെ പറഞ്ഞ് ധരിപ്പിച്ച് 2 വരങ്ങൾ കൈകേയിക്ക് ദശരഥ മഹാരാജാവ് കൊടുത്തിരുന്നു പണ്ട്. ആ 2 വരങ്ങളും ഇപ്പോഴാണ് ചോദിക്കാനുള്ള സമയം, അത് ചോദിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ വരം ചോദിക്കുന്നതിൽ ആദ്യത്തെ വരം എന്ന് പറയുന്നത് രാമൻ 14 കൊല്ലം വനവാസം അനുഭവിക്കണമെന്നും രണ്ടാമത്തെ വരം ഭരതനെ രാജാവാക്കണം എന്നുള്ളതുമായിരുന്നു. ദശരഥ മഹാരാജാവ് ആകെ ധർമ്മസങ്കടത്തിലായി, എന്ത് ചെയ്യണം? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഭട്ടതിരിപ്പാട് എന്നുള്ളതാണ്. അതായത് അവർ തിരിച്ചു വരുന്ന സമയത്ത് വഴിമധ്യേ പരശുരാമൻ തടയുകയാണ്. തൻ്റെ ഗുരുവായിട്ടുള്ള പരമശിവൻ്റെ വില്ലൊടിച്ചതിൽ ഉള്ള ദേഷ്യം കാരണമാണ് പരശുരാമൻ തടയുന്നത്. പരശുരാമനെയും നമ്മുടെ ശ്രീരാമൻ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ആ ഐശ്വര്യം, നമ്മുടെ തേജസ്, പരശുരാമൻ്റെ വൈഷ്ണവ തേജസ് മുഴുവനും രാമനിലേക്ക് ലയിപ്പിച്ച് പരശുരാമൻ തപസ്സിന് പോയി. ആ കുമാരന്മാർ തൻ്റെ പത്നിമാരോടുകൂടി അയോധ്യയിലേക്ക് മടങ്ങിയെത്തുന്നു. ആ മടങ്ങിയെത്തിയതിന് ശേഷം ഭരതനും ശത്രുഘ്നനും അവരുടെ അമ്മാവൻ്റെ ഗൃഹത്തിലേക്ക്, കൈകേയി രാജ്യത്തിലേക്ക് പോയി. ശ്രീരാമനെ പട്ടാഭിഷേകം നടത്തുവാൻ ദശരഥ മഹാരാജാവ് തീരുമാനിക്കുന്നു. അപ്പോൾ കൈകേയിയെ മന്ദര പറഞ്ഞ് മനസ്സിളക്കി തൻ്റെ ചോദിക്കാതെ വെച്ചിരുന്ന 2 വരങ്ങൾ ചോദിപ്പിക്കുകയാണ്. അതിൽ ആദ്യത്തെ വരം എന്ന് പറയുന്നത് ശ്രീരാമസ്വാമി 14 വർഷം വനവാസം അനുഭവിക്കണമെന്നും രണ്ടാമത്തെ വരം എന്ന് പറയുന്നത് ഭരതനെ രാജാവാക്കണം എന്നുള്ളതുമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകമായിട്ട് പറയുമ്പോൾ പണ്ട് ഇങ്ങനെ നമ്മൾ ബാലരമ, അമർചിത്രകഥ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ വന്നിരുന്നൊരു കഥയാണ്. അങ്ങനെ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. പണ്ട് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ദശരഥ മഹാരാജാവിനോടൊപ്പം കൈകേയിയും കൂടെ പോവുമായിരുന്നു. തൻ്റെ പത്നിയാണല്ലോ, അപ്പോൾ കൈകേയിയും കൂടെ പോകും. അപ്പോൾ ആ സമയത്ത് മഹാരാജാവ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവരുടെ തേരിൻ്റെ ചക്രത്തിലെ ആണി ഊരിപ്പോരുകയാണ്. അപ്പോൾ ഊരിപ്പോരുമ്പോൾ സ്വാഭാവികമായിട്ടും തേര് മറിയും അല്ലേ. തേര് മറിഞ്ഞു കഴിഞ്ഞാൽ രാജാവ് വീഴും. അപ്പോൾ അത് യുദ്ധത്തിന് നല്ലതായിട്ട് ഭവിക്കില്ലല്ലോ. അത് കാരണം കൈകേയി താഴെ ഇറങ്ങി യുദ്ധം കഴിയുന്നത് വരെ തൻ്റെ ചെറുവിരൽ ആ ആണി ഇരുന്ന സ്ഥലത്ത് വെച്ച് നിന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തൻ്റെ ഭാര്യയുടെ ആത്മാർത്ഥത കണ്ട് നിനക്ക് ഇഷ്ടമുള്ള 2 വരം ചോദിക്കാനായിട്ട് പറയുകയാണ് രാജാവ്. പക്ഷേ കൈകേയി പറഞ്ഞു, അപ്പോൾ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ ആവശ്യം വരുമ്പോൾ ചോദിക്കാം എന്നുള്ളത്. ആ വരം കൈകേയി പോലും മറന്നിരിക്കുകയായിരുന്നു. അത് മന്ദര ഓർമ്മപ്പെടുത്തി. പക്ഷേ അതുകൊണ്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാമൻ്റെ ജന്മ ഉദ്ദേശം തന്നെ, അവതാര ലക്ഷ്യം തന്നെ രാവണനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാജഭരണം ഏറ്റെടുത്ത് ഈ കോസല രാജ്യത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തില്ല. അപ്പോൾ ആ ലക്ഷ്യത്തിന് കൈകേയി ഒരു നിമിത്തമായി എന്ന് മാത്രം അല്ലേ. ചിലവരിതിപ്പോൾ മന്ദരയെ പോലുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാം. നമ്മുടെ മനസ്സിനെ ഇളക്കാനും നല്ല ചിന്തകളിൽ നിന്ന് മാറി തിന്മകളിലേക്ക് ചിന്തിപ്പിക്കാനും ഒക്കെ പറഞ്ഞ് മാറ്റാൻ കഴിവുള്ളവരുണ്ടായിരിക്കും. അപ്പം നമ്മൾ നല്ല രീതിയിൽ മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ ഭഗവാനെ വിളിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ല ചിന്തകൾ മാത്രമേ നമ്മുടെ മനസ്സിൽ വരികയുള്ളൂ. നമ്മൾ ഒരാളെക്കുറിച്ച് പോലും
തെറ്റായ രീതിയിൽ നമ്മൾ ചിന്തിക്കില്ല. ഭഗവാനിൽ അടിയുറച്ച ഭക്തി ഉണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും തിന്മയുടെ വഴികളിലൂടെ ഒരിക്കലും നമുക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കൈകേയിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വരം ചോദിക്കേണ്ടി വന്നത് ശ്രീരാമസ്വാമിക്ക് തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കണം. അപ്പോൾ അതിലേക്കുള്ളൊരു വഴി, ആ വനവാസത്തിലൂടെയാണല്ലോ സീതയെ പിന്നെ രാവണൻ അപഹരിച്ചു കൊണ്ട് പോകുന്നതും പിന്നീട് രാവണനെ വധിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കാൻ ശ്രീരാമൻ ആ വനവാസം കൂടിയേ തീരുള്ളായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെയാണ് വരം ചോദിച്ചത് എന്നുള്ളത്. അപ്പം അത്രയേ ഉള്ളൂ 4ാമത്തെ ശ്ലോകം. ഇനി നമുക്ക് 5ാമത്തെ ശ്ലോകം ചൊല്ലാം. താതോക്ത്യായാതു കാമോ വനമനുജവതു സംയുതശ്ചാപദാര പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗതസ്ത്വം ജടാചീരധാരീ നാഭാസന്തീര്യഗംഗാമതിപദവിപുനസ്തം ഭരദ്വാജമാരാനത്വാ തദ്വാക്യഹേതോരതിസുഗമവസശ്ചിത്രകൂടേ ഗിരീന്ദ്രേ. ഒന്നുകൂടി ചൊല്ലാം. താതോക്ത്യായാതു കാമോ വനമനുജവതു സംയുതശ്ചാപദാര പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗത സ്ത്വം ജടാചീരധാരീ നാവാസന്തീര്യഗംഗാമതിപദവിപുനസ്തം ഭരദ്വാജമാരാനത്വാ തദ്വാക്യഹേതോ രതിസുഗമവസശ്ചിത്രകൂടേ ഗിരീന്ദ്രേ. അച്ഛൻ പറയാതെ തന്നെ അച്ഛൻ്റെ ഇംഗിതം അനുസരിക്കുന്നവനാണ് ഉത്തമനായിട്ടുള്ള പുത്രൻ എന്നാണ് പറയുന്നത്. കൈകേയി എന്തായാലും തനിക്ക് നിർദ്ദേശിക്കപ്പെട്ട അല്ലെങ്കിൽ തനിക്ക് അവകാശപ്പെട്ട ആ 2 വരങ്ങളും ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ സത്യസന്ധനായിട്ടുള്ള തൻ്റെ പിതാവിൻ്റെ, ദശരഥ മഹാരാജാവിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ആ അദ്ദേഹം കൊടുത്ത വരം അതിനെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതിൽ രാമൻ ബാധ്യസ്ഥനായി തീർന്നു, അല്ലേ? ആ വാക്ക് പാലിച്ചേ പറ്റൂ. അപ്പോൾ അതിന് ആ അച്ഛൻ പറയാതെ തന്നെ വനവാസം സ്വീകരിക്കുവാൻ രാമൻ ബാധ്യസ്ഥനായി തീർന്നു. അങ്ങനെ രാമനും ശ്രീരാമനും തൻ്റെ പത്നിയും സീതാദേവിയും ലക്ഷ്മണനുമൊപ്പം വനവാസത്തിന് പുറപ്പെടുകയാണ്. അപ്പോൾ തൻ്റെ പൗരജനങ്ങളൊക്കെ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, അവരെയൊക്കെ പിന്നിലാക്കി രാമൻ വനവാസത്തിന് പുറപ്പെട്ടു. അങ്ങനെ ഗുഹൻ്റെ വസതിയിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും ജടയും വൽക്കലവും ഒക്കെ അണിഞ്ഞ് ഗംഗാനദി കടന്ന് ഭരദ്വാജ ആശ്രമത്തിലേക്ക് എത്തി. ഭരദ്വാജാശ്രമത്തിലെത്തി ആ മുനിയെ വണങ്ങി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ചിത്രകൂട പർവ്വതത്തിൽ താമസമാക്കി എന്നുള്ളതാണ് 4ാമത്തെ ശ്ലോകത്തിൽ ഉള്ള ചുരുക്കിയ വിവരണം. ദശരഥ മഹാരാജാവ് കൈകേയ രാജ്ഞിക്ക് കൊടുത്തിട്ടുള്ള വാക്ക്, വരം അനുസരിച്ച് അവർ ചോദിക്കുന്ന വരം കൊടുക്കാമെന്നുള്ളതാണ് വാക്കല്ലേ. അപ്പോൾ അവർ ചോദിച്ചത് എന്താണ്? രാമൻ 14 വർഷം വനവാസത്തിന് പോകണമെന്നുള്ളതാണ്. അപ്പോൾ ആ വരം നിറവേറ്റാൻ രാമൻ ബാധ്യസ്ഥനായി കഴിഞ്ഞു. സത്യസന്ധനായിട്ടുള്ള തൻ്റെ അച്ഛൻ്റെ വാക്ക് തീർച്ചയായിട്ടും നിറവേറ്റേണ്ട ബാധ്യത ആർക്കാണുള്ളത്? ശ്രീരാമസ്വാമിക്കാണുള്ളത്. അപ്പോൾ ശ്രീരാമസ്വാമി തൻ്റെ പത്നിയോടും ലക്ഷ്മണനോടുമൊപ്പം യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ ഗുഹൻ്റെ വസതിയിൽ എത്തിച്ചേർന്നു. പിന്നീട് അവിടെ നിന്ന് ഗംഗ കടന്ന് ഭരദ്വാജ ആശ്രമത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ജടയും വൽക്കലവും ഒക്കെ അണിഞ്ഞിട്ടാണ്, തീർത്തും ഒരു വനവാസിയായിട്ടാണ് ശ്രീരാമസ്വാമി അവിടെ നിന്നും പുറപ്പെടുന്നത്. അങ്ങനെ ഭരദ്വാജ ആശ്രമത്തിലെത്തി അവിടെ അദ്ദേഹത്തെ വണങ്ങി അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ചിത്രകൂട പർവ്വതത്തിലേക്ക് താമസം മാറ്റുകയാണ്. അപ്പോൾ അവിടെ അവർ താമസിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതാണ്. പ്രയാഗയ്ക്കടുത്ത് ഇന്നത്തെ അലഹബാദിലാണ് ഈ ഭരദ്വാജ ആശ്രമം ഉള്ളത്. ആ ആശ്രമ സങ്കേതം, ആ പുണ്യപാവനമായിട്ടുള്ള ആശ്രമ സങ്കേതം ഇന്നും അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആശ്രമത്തിൻ്റെ ഒരു വശത്ത് ഗംഗാ യമുന സംഗമമാണ്, മറുവശത്ത് വിന്ധ്യഗിരിയാണ്. വടക്ക് മാറിയാണ് ഭരദ്വാജാശ്രമം, തെക്ക് ഭാഗത്താണ്
ചിത്രകൂട പർവ്വതമുള്ളത്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ജോഗ്രഫി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഉള്ളത്. വാത്മീകിയുടെ ആശ്രമം, രാമായണം രചിച്ച വാത്മീകിയുടെ ആശ്രമം ഈ ചിത്രകൂടത്തിനടുത്ത് തന്നെയാണ്. ഭരതൻ വന്ന് കാട്ടിൽ വന്ന് രാമനെ കാണുന്നുണ്ട് അല്ലേ, ജ്യേഷ്ഠനെ കാണുന്നുണ്ട്, അതും ഈ ചിത്രകൂടത്തിൽ വെച്ചിട്ട് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ 5ാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. അവർ വനവാസത്തിന് തയ്യാറായി. ശ്രീരാമസ്വാമി തൻ്റെ പത്നിയോടും സഹോദരനുമോടൊപ്പം ചെന്നു. ഗുഹൻ്റെ വസതിയിൽ ചെന്ന് അവിടെ നിന്നും തോണിയിലാണ് പോകുന്നത്. ഗംഗ കടന്ന് അപ്പുറത്ത് ഭരദ്വാജാശ്രമത്തിലെത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അവരെ ചിത്രകൂട പർവ്വതത്തിൽ താമസമാക്കുകയും ചെയ്തു. ഇനി നമുക്ക് 6ാമത്തെ ശ്ലോകം ചൊല്ലാം. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബുതസ്മൈ നിദധിത ഭരതേ പാദുകാമേദിനീഞ്ച അത്രിം നത്വാദഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാതം സുഗതിമകലയശ്ചാരുഭോഷാരഭംഗീം. ഒന്നുകൂടി ചൊല്ലാം. ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബുതസ്മൈ നിദധിത ഭരതേ പാദുകാമേദിനീഞ്ച അത്രിം നത്വാദഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാതം സുഗതിമകലയശ്ചാരുഭോഷാരഭംഗീം. 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭരതൻ വനത്തിലേക്ക് വരികയാണ്, ചിത്രകൂട പർവ്വതത്തിലേക്ക് വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് ഭരതൻ എല്ലാ പരിവാരങ്ങളോടു കൂടിയും തൻ്റെ അമ്മമാരോടും ഗുരുക്കന്മാരോടു കൂടിയൊക്കെയാണ് വരുന്നത്. ഭരതൻ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ശ്രീരാമസ്വാമി അവിടെ വെച്ച് തന്നെ പട്ടാഭിഷേകം ചെയ്ത് തിരിച്ച് രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലാനാണ് വരുന്നത്. അപ്പോൾ ആ വരുന്ന സമയത്ത് ഒരു ദുഃഖവാർത്തയും കൂടി ഭരതൻ കൊണ്ടുവന്നിരുന്നു. ദശരഥ മഹാരാജാവ് പുത്രവിരഹം നിമിത്തം അല്ലെ, പുത്രനെ ഓർത്ത് ദുഃഖിച്ച് അദ്ദേഹം സ്വർഗസ്ഥനായി എന്നുള്ളത്. ആ വാർത്ത കേട്ട സമയത്ത് ശ്രീരാമസ്വാമിക്ക് ഉള്ളു ചുട്ടുപൊള്ളി എന്നുള്ളതാണ് പറയുന്നത്. തൻ്റെ അച്ഛൻ്റെ വിയോഗം മനസ്സിലാക്കി അദ്ദേഹത്തിന് വേണ്ടുന്ന ഉദകക്രിയകളൊക്കെയും ശ്രീരാമസ്വാമി ചെയ്തു. എന്നിട്ട് ഭരതൻ ഇങ്ങനെ അപേക്ഷിക്കുകയാണ് ശ്രീരാമസ്വാമിയോട് തിരിച്ച് രാജ്യത്തിലേക്ക് മടങ്ങി വരാൻ. അപ്പോൾ ഒരിക്കലും തൻ്റെ വംശത്തിന് താൻ ഒരു കളങ്കമാവരുത്. തൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിക്കുക എന്നുള്ളത് ഒരു മകൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാത്ത പക്ഷം തൻ്റെ വംശത്തിന് തന്നെ കളങ്കം സംഭവിക്കുന്നു. അപ്പോൾ ആ കളങ്കം ഒരിക്കലും താനായിട്ട് ഉണ്ടാക്കുകയില്ല എന്നുറപ്പിച്ച് തൻ്റെ രാജ്യത്തെയും തൻ്റെ പാദുകങ്ങളെയും ഭരതനെ ഏൽപ്പിച്ച് അവരോട് മടങ്ങിപ്പോവാൻ നിർദ്ദേശിക്കുകയാണ് ശ്രീരാമസ്വാമി ചെയ്തത്. ഈ ചിത്രകൂട പർവ്വതം എന്ന് പറയുന്നത് അയോധ്യ രാജ്യത്തിനടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഇവരെ കാണാനും ഇവരുമായി സംസാരിക്കാനും ബന്ധം സ്ഥാപിക്കുവാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഒരിക്കലും വനവാസം എന്നുള്ള ഒരു കാര്യം പൂർണ്ണതയിലേക്ക് എത്തില്ല എന്ന് മനസ്സിലാക്കി ശ്രീരാമസ്വാമി തൻ്റെ പത്നിയോടും ലക്ഷ്മണനോടും കൂടി കുറച്ചുകൂടി ഘോരവനത്തിലേക്ക്, ദണ്ഡകവനത്തിലേക്ക് കടക്കുകയാണ്, അങ്ങോട്ട് പ്രവേശിക്കുന്നു. ആ ദണ്ഡകവനത്തിലൂടെ നടക്കുന്ന സമയത്ത് അത്രി മഹർഷിയെ കാണുന്നു. അദ്ദേഹത്തെ വന്ദിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങി അവർ പിന്നീടും ആ വനത്തിലൂടെ നടക്കുന്ന സമയത്ത് വിരാതൻ എന്ന രാക്ഷസൻ വഴി തടഞ്ഞു വന്നു. ആ രാക്ഷസനെയും നിഗ്രഹിച്ച് അങ്ങനെ ശരഭംഗൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. ശരഭംഗന് മോക്ഷം നൽകുകയും ചെയ്തു. സ്വർഗപ്രാപ്തിക്കായിട്ട് കാത്തിരിക്കുകയായിരുന്നു ശരഭംഗൻ. അപ്പോൾ ആ ശരഭംഗന് മോക്ഷവും നൽകുകയാണ് ചെയ്തത്. അത്രയും കാര്യങ്ങൾ 6ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഒന്ന് ചുരുക്കി പറയാം. ഭരതൻ ശ്രീരാമസ്വാമിയെ കാണാൻ വേണ്ടി ചിത്രകൂട പർവ്വതത്തിലേക്ക് എത്തുകയാണ്. വരുമ്പോൾ എല്ലാ പരിവാരങ്ങളോടും അമ്മമാരോടും ഗുരുക്കന്മാരോടും കൂടിയാണ് വരുന്നത്. അവിടെ വെച്ച് തന്നെ ശ്രീരാമസ്വാമിക്ക് പട്ടാഭിഷേകം നടത്തി തിരിച്ച് കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഭരതൻ വരുന്നത്. വരുമ്പോൾ ഒരു ദുഃഖവാർത്തയും കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുത്രവിരഹം മൂലം തങ്ങളുടെ പിതാവായിട്ടുള്ള ദശരഥ മഹാരാജാവ് സ്വർഗസ്ഥനായി എന്നുള്ളത്. ആ വാർത്ത വിഷമിപ്പിച്ചു ശ്രീരാമസ്വാമിയെ. അദ്ദേഹം തൻ്റെ പിതാവിന് വേണ്ടിയിട്ടുള്ള ഉദകക്രിയകളൊക്കെയും അവിടെ നിന്ന് ചെയ്തു. പിന്നീട് ഭരതനെ തൻ്റെ രാജ്യത്തെയും പാദുകങ്ങളെയും ഏൽപ്പിച്ച് അവരെ മടക്കി അയക്കുകയാണ്. ആ ചിത്രകൂട പർവ്വതം കോസല രാജ്യത്ത് അടുത്ത് തന്നെ ആയതുകൊണ്ട്, അയോധ്യയ്ക്ക് അടുത്ത് തന്നെ ആയതുകൊണ്ട് അവരിനിയും വരുവാനും
കാണുവാനുമുള്ള സാഹചര്യമുണ്ടെന്ന് മനസ്സിലാക്കി കുറച്ചുകൂടി ഘോരവനത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ ദണ്ഡകവനത്തിലേക്ക് ഭാര്യയോടും ലക്ഷ്മണനോടും കൂടി അദ്ദേഹം പ്രവേശിച്ചു. അങ്ങനെ അത്രി മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തെ വണങ്ങി. പിന്നീട് പോകുന്ന സമയത്ത് ഒരു അസുരൻ ഇവരെ അസുരനല്ല, ഒരു രാക്ഷസൻ ഇവരെ ആക്രമിക്കുകയാണ്. വിരാതൻ എന്നാണ് ആ രാക്ഷസൻ്റെ പേര്. അങ്ങനെ ആ രാക്ഷസൻ ആക്രമിക്കുകയാണ്. ആ രാക്ഷസനെയും നിഗ്രഹിച്ച് ശരഭംഗൻ്റെ ആശ്രമത്തിലേക്ക് അവരെത്തിച്ചേർന്നു. അങ്ങനെ ശരഭംഗന് മോക്ഷവും നൽകി എന്നുള്ളതാണ് 6ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. ഇനി നമുക്ക് ഇന്ന് ചൊല്ലിയ 3 ശ്ലോകങ്ങൾ, 4, 5, 6 ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ആരുന്ദാനേരുഷാന്തേ ഭൃഗുകുലതിലകേ സംക്രമയ്യസ്വതേജോ യാതേ യാതോസ്യ യോധ്യാം സുഖമിഹ നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാതോ ഗദവതി ഭരതേ മാതുലസ്യാതിവാസം താതാരബ്ധോഭിഷേകസ്തവ കില വിഹത കേകയാദീശപുത്ര്യാ താതോക്ത്യാ യാതു കാമോ വനമനുജവതു സംയുതശ്ചാപതാര പൗരാനാരുധ്യമാർഗേ ഗുഹനിലയഗതസ്ത്വം ജഡാചീരധാരീ നാവാസന്തീര്യ ഗംഗാ മതിപദവി പുനസ്തംഭരധ്വാജമാരാനത്വാ തദ്വാക്യഹേതോരതിസുഖമവസ ചിത്രകൂടേ ഗിരീന്ദ്രേ ശ്രുത്വാ പുത്രാർത്തിഖിന്നം ഖലു ഭരതമുഖാത് സ്വർഗയാതം സ്വതാതം തപ്തോ ദത്വാംബു തസ്മൈ നിദദിത ഭരതേ പാദുകാം മേദിനീം ച അത്രിം നത്വാദഗത്വാ വനമതിവിപുലം ദണ്ഡകം ചണ്ഡകായം ഹത്വാ ദൈത്യം വിരാധം സുഗതിമകലയശ്ചാരുഭോഷാരഭംഗീം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ നമ്മൾ 34ാമത്തെ ദശകത്തിലെ 6 ശ്ലോകങ്ങൾ വരെ ചൊല്ലിയിട്ടുണ്ട്. ഇത് വലിയ ശ്ലോകങ്ങളായതുകൊണ്ട് തന്നെ അതിനുള്ളിൽ പറയാനും കുറേ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പാർട്ടായിട്ട് പോകുന്നത്. നമുക്ക് കുറച്ചായിട്ട് പഠിച്ചു പോവാം. അത്യാവശ്യം വലിയ ശ്ലോകങ്ങളും ചൊല്ലാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള ദശകമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ മെല്ലെ മുന്നോട്ട് പോവാം. അധികം വൈകാതെ തന്നെ അടുത്ത വീഡിയോ ഇടാൻ പറ്റും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇതുവരെ ഡാൻസ് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഓഫ്ലൈനായിട്ടാണ്. വീട്ടിൽ വന്ന് കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യും. പിന്നെ ഞാൻ 1-2 സ്ഥലങ്ങളിൽ പോയി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു നമ്മുടെ അടുത്തൊരു കാൽവയ്പ് കൂടി ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചാലോ എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് മനസ്സിൽ. അപ്പം എവിടെ വേണമെങ്കിൽ, അപ്പോൾ അതിന് പരിധിയില്ലല്ലോ. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഡാൻസ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാമല്ലോ. പിന്നെ നമുക്ക് പരിപാടിയൊക്കെ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും എല്ലാവരും കൂടെ കൂടി ഒന്ന് കളിച്ച് നമുക്ക് പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ 3 ബാച്ചസ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിഗിനറും ഇൻ്റർമീഡിയറ്റും എക്സ്പേർട്ടുമായിട്ടുള്ളത്. ബിഗിനർ എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നത്. ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുന്ന കുറച്ച് സ്റ്റെപ്സൊക്കെ കവർ ചെയ്ത് ഐറ്റംസ് പഠിച്ചു തുടങ്ങിയ കുട്ടികൾ. എക്സ്പേർട്ട് എന്ന് പറയുന്നത് ഓൾറെഡി ഐറ്റംസൊക്കെ കഴിഞ്ഞ് അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എക്സ്പേർട്ട് ബാച്ചസ്. അങ്ങനെ 3 ബാച്ചായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആർക്കെങ്കിലും ഇതുപോലെ ഓൺലൈൻ ഡാൻസ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരിലേക്ക് ഈ മെസ്സേജസ് ഒന്ന് എത്തിക്കുക. ഞാൻ നമ്പർ താഴെ കൊടുക്കാം. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വിളിക്കുന്നതിനേക്കാളും, കാരണം കോൾസ് വരുമ്പോൾ നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മെസ്സേജ് ആകുമ്പോൾ ഞാൻ കണ്ടിട്ട് നമ്മുടെ സമയത്തിനനുസരിച്ച് ഞാൻ തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കുമല്ലോ. അപ്പം ഞാൻ നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക താല്പര്യമുള്ളവർ, ഏത് ബാച്ചിലേക്കാണ് താല്പര്യം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഫീസും ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് അറിയിക്കാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഇത് 3ലും നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് എക്സ്പെർട്ട് ബാച്ചസിലുള്ള കുട്ടികൾക്ക് സെമി ക്ലാസിക്കൽ ഐറ്റംസ് പഠിപ്പിക്കണമെങ്കിൽ അവർക്ക് ഏതെങ്കിലും പാട്ടുകൾ താല്പര്യം ഉണ്ടെങ്കിൽ അത് കോറിയോ ചെയ്തും കൊടുക്കും. പിന്നെ അതുപോലെ നമ്മൾ ക്ലാസ്സസ് എടുത്തു കഴിയുമ്പോൾ അതാത് ക്ലാസ്സിൻ്റെ നിങ്ങൾ എത്ര വെച്ച് കവർ ചെയ്യുന്നു ആ അതാത് ക്ലാസ്സസിൻ്റെ വീഡിയോസ്, നമ്മൾ ചൊല്ല് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ സ്റ്റെപ്സൊക്കെ കളിക്കുക. അപ്പോൾ അതിൻ്റെ ചൊല്ല് പറഞ്ഞിട്ടുള്ള വീഡിയോസ് അടക്കം നമ്മൾ
ആ വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള വീഡിയോയും കൂടി അതിലുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളവർക്കോ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കോ ഒക്കെ ചിലപ്പോൾ ഓൺലൈൻ ഡാൻസ് ക്ലാസ്സസ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഫോൺ നമ്പർ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്പർ കൊടുക്കുക. അപ്പം ഇതിനങ്ങനെ പ്രായപരിധിയൊന്നുമില്ല കേട്ടോ. ഏത് ഏജിലുള്ളവർക്കും ഡാൻസിന് വരാം. കുട്ടികൾ ഒരു ചെറിയ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു 3-4 വയസ്സ് അവർ സ്റ്റെപ്സ് വെച്ച് തുടങ്ങാൻ ആയിക്കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, ബിഗിനർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പം നിങ്ങൾ താല്പര്യമുള്ളവരിലേക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് എത്തിക്കുക, ഫോൺ നമ്പറും കൊടുക്കാം ഞാൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ തുടർന്നും എല്ലാവരും നാരായണീയം വീഡിയോസ് ഇതുപോലെ തന്നെ കാണുക. ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളിൽ അറിയിക്കുകയും വേണം. എല്ലാവരും വിഷുവൊക്കെ നന്നായി ആഘോഷിച്ചു എന്ന് കരുതുന്നു. ഇനി നല്ലൊരു വർഷം നമ്മുടെ മുമ്പിൽ എല്ലാവരുടെയും ഈ നാരായണീയ കുടുംബത്തിലെ എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ മുന്നോട്ട് വരുന്നതെന്ന് ഗുരുവായൂരപ്പനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോവുമായി 34ാമത്തെ ദശകത്തിലെ ബാക്കി 4 ശ്ലോകങ്ങളുമായിട്ട് വരാം. അതുവരെ ഹരി ഓം.